ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ആയപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റേഷൻ കടയാണ്, ഞങ്ങളുടെ സ്വന്തം റേഷൻ കടയാണിത്. ഞങ്ങളുടെ അമ്മയുടെ പേരിലാണ്, ഷമ്മുമ്മയാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് റേഷൻ കടയുണ്ട്, ഇതിൻ്റെ ബാക്കിലൂടെ ഞങ്ങൾക്ക് ഇനി വീട് വെക്കാനാണ്. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം കടയിട്ട് വരുവാണെങ്കിൽ അതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൂടെ വന്ന് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. കണ്ടു ഗൈസ്, അവിടെ കുറേ വണ്ടികൾ നേർന്ന് കിടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയുണ്ട്. ആ ചായക്കട നല്ല ചൂട് പരിപ്പുവട കിട്ടും. ആ പരിപ്പുവടയ്ക്കാണ് അത്രയും തിരക്ക്. അവിടെ ഓരോ സമയത്ത് ഓരോ ഇതാണ്. ഇപ്പോൾ പരിപ്പുവട ഇപ്പോൾ പരിപ്പുവടയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉള്ളിവട, അത് കഴിഞ്ഞാൽ പിന്നെ ബോണ്ട. അവിടുത്തെ ബോണ്ടൊക്കെ ഭയങ്കര വലിയ ബോണ്ടയാണ്, അതാണ് അടിപൊളി ടേസ്റ്റുമാണ്. ഇവിടെ വൈകിട്ട് കുറേ തിരക്കൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ കുറച്ച് നേരം കടയിലൊക്കെ ഇരിക്കാൻ തോന്നും. അപ്പോൾ നമുക്കെന്നാ കടയിലോട്ട് പോകാം. പക്ഷേ കട എത്തി ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ സ്കൂൾ മാറിയതുകൊണ്ട് തന്നെ ഭയങ്കര യൂണിഫോമൊക്കെ ചേഞ്ച് ആണല്ലോ. അപ്പം ഞാൻ ഇനി മുമ്പത്തെ സ്കൂളിലും യൂണിഫോം ചേഞ്ചാണ്. ഇപ്പം ഞങ്ങളുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്കാണ്, അല്ല ലാവൻഡർ കളർ ഷർട്ട് വന്നിട്ട് കോട്ടും പാൻറ്റും ബ്ലാക്ക് കളറാണ്. അപ്പോൾ കറുത്ത ക്ലിപ്പ് വേണം, കറുത്ത ബണ്ണ് വേണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ അവിടെ മൊട്ട് കമ്മലേ പറ്റത്തുള്ളൂ. അവിടെ കുറേ പോണിട്ടയിൽ ഇടണം, കുറേ മൊട്ട് കമ്മൽ, അങ്ങനെയൊക്കെ കുറേ നിർബന്ധമുള്ള സ്കൂളാണ്. ഈ മൊട്ട് കമ്മൽ നമ്മുടെ എൻ്റെ കയ്യിലങ്ങനെ വാഴത്തില്ല. കാരണം ഒന്നെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് കളയും, അല്ലെങ്കിൽ എൻ്റെ ആണി പോവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ മറന്ന് വെച്ചിട്ട് പോവും. എനിക്ക് ഈ കുഞ്ഞു മൊട്ട് കമ്മലൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കാനെന്ന് പറഞ്ഞിട്ട് എങ്ങനെയും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവും. പിന്നെ ഞങ്ങളുടെയൊക്കെ കാതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഇത്. എവിടെയെങ്കിലും പോവുകയാണെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ് ഈ സൂചി നൂലെന്ന് പറയുന്ന കമ്മൽ. അപ്പം ഞങ്ങൾ അത് കുറച്ച് വാങ്ങിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ അങ്ങനത്തെ അതേപോലെ ഞങ്ങളുടെ 3 പേരുടെയും കാതിൽ കിടപ്പുണ്ടായിരിക്കും അങ്ങനത്തെ. പിന്നെ നെയിം സ്ലിപ്പ്, ഞാൻ പിന്നെ കുറച്ച് മെച്ചുവറായ കുട്ടിയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള കുറച്ച് നെയിം സ്ലിപ്പ്, ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പ്, പിന്നെ കുറച്ച് പൂവൊക്കെ ഉണ്ട്. പിന്നെ ആഷ്മി പിന്നെ ബാർബിയുടെ എന്താണൊക്കെ എടുത്ത് കൊച്ചു പിള്ളേരെ മട്ട്. പിന്നെ എന്തൊക്കെയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാം മറന്നുപോയി. സത്യം പറഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിയുമ്പോഴെങ്കിൽ ഈ സ്കൂൾ ഷോപ്പിംഗ് അങ്ങ് തീർന്നിട്ട് മതിയായിരുന്നു. നമ്മൾ ആദ്യം ഒന്ന് പോയി അവിടെ നിന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും മേടിക്കേണ്ടത്, അത്യാവശ്യമായിട്ട് മേടിക്കേണ്ടത് ഒരു ഓർത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട് ചെന്ന് ഓർത്ത് ഇങ്ങനെ കുറേ എന്താണ്ടൊക്കെ അതിന് വാങ്ങിക്കാൻ വീണ്ടും പോകണം കടയിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് മൊട്ട് കമ്മലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ ഈ ആഷ്മിക്ക് പിന്നെ ഈ മോതിരം അതൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വിനെത്തി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പെടലിക്ക് എല്ലാ വർഷമുള്ളൊരു ഒരു കാര്യമാണ് ഈ ബുക്ക് പൊതിയുന്നത്. അത് എൻ്റേത് ഞാൻ തന്നെ പൊതിയണം, ആഷ്മിയുടേത് ഞാൻ തന്നെ പൊതിയണം. അത് ടെക്സ്റ്റ് ബുക്ക് ആയാലും നോട്ട് ബുക്ക് ആയാലും എല്ലാം ഞാൻ തന്നെ പൊതിയണം. പക്ഷേ എല്ലാവർക്കും ഞാൻ മാത്രം ഇവിടെ പൊതിയത്തുള്ളൂ. അമ്മയ്ക്ക് പൊതിയ അറിയാം, പക്ഷേ ആര് കൂട്ടിരിക്കാൻ. എനിക്കിവിടെ ആകപ്പാടെ കൂട്ടിന് ആശയൊന്നുമല്ല, പ്രോക്കും വെപ്പൊക്കെ ഉള്ളു. ഇവിടെ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നതന്നേ ഉള്ളൂ. ഈ വീഡിയോ നോക്കുമ്പോൾ അവളും അങ്ങനെ എണ്ണിച്ചോ. പിന്നെ ഞാനും റോക്കിയൊക്കെ ഒരുമിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പൊതിയേണ്ടി വരും. ഇപ്പോഴും ഞാൻ ഫുള്ളൊന്നും പൊതിഞ്ഞിട്ടില്ല, അതിനി കിടക്കുന്നതേ ഉള്ളൂ. ഇനി പകുതിയെങ്ങാണ്ട് ആയതേ ഉള്ളൂ. ഇനി പകുതി പൊതിയാൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനി പിന്നെ എപ്പോഴേലും പൊതിയണം. ഇനി ഇനി സ്കൂൾ തുറക്കാൻ 10 ഒരാഴ്ച എങ്ങാണ്ടൊക്കെ ഉള്ളു. കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഇങ്ങനെ അമ്മ അച്ഛനൊക്കെ പൊതിഞ്ഞിരുന്നു. പക്ഷെ വേറെതിന് ശേഷം ഇതല്ല, ഈ ആഷ്മിയുടേത് ഞാൻ പൊതിയണം, എൻ്റേത് ഞാൻ പൊതിയണം. അതൊരു 9 ബുക്കുണ്ട് ഈ ആഷ്മിക്ക്. അതും കളറിംഗ് ബുക്ക് ഉൾപ്പെടെ കർസീവ് ബുക്ക് എല്ലാം കൂടെ പൊതിഞ്ഞ് വെക്കുമ്പോഴത്തേനും എനിക്കും ഉണ്ട് 10-12 അവൾക്കും ഉണ്ട്. പിന്നെ നോട്ട് ബുക്കൂടെ വരുമ്പം ശരണം. സത്യം പറഞ്ഞത് സ്കൂൾ തുറക്കുന്നതിനും ഇപ്പം ഇത് പൊതിഞ്ഞ് തുടങ്ങിയാൽ സ്കൂൾ തുറക്കാനും തലേതെങ്കിലും അത് തീരത്തുള്ളൂ. കാരണം എനിക്കും ആഷ്മിക്കും ഒരു കൊട്ട പുസ്തകം കൊണ്ട് പൊതിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പാവം എനിക്ക് റോഗിച്ചനും പപ്പി മിക്കും ഒക്കെ ഉള്ള എനിക്ക് കൂട്ടിന് പിന്നെ എങ്ങനെയും അമ്മയെ സോപ്പിട്ട് 2 പുസ്തകം പൊതിയിപ്പിക്കണം. പാവം ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് പൊതിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം. ബൈ.